Hi all. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്യൂഡോമോണാസിനെ പറ്റിയാണ്. സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് എയറോബിക് നോൺ സ്പോറിംഗ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ വിച്ച് ഹാസ് മോട്ടിലിറ്റി ബൈ എ polar flagella mainly found in nature, water, soil and other moist environment. അതായത് നനവുള്ള എൻവയോൺമെന്റിൽ പെട്ടെന്ന് കാണപ്പെടുന്ന ഒന്നാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. Some of the pathogens are pathogenic, some of the organisms are pathogenic to plants and they create a new genera such as Burkholderia and Streptomonas. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്യൂഡോമോണാസ് ഒക്കെ ഇപ്പൊ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ ഉണ്ടാകും. So general characters എന്ന് പറയുമ്പോഴത്തേക്കും they are widely distributed in soil and water and they are gram negative roots, aerobic in nature, motility ഉണ്ട്, produce water soluble pigments and they are opportunistic pathogen. So morphology എന്ന് പറയുമ്പോഴത്തേക്കും slender gram negative bacilli ആണ് 1 to 5 to 3 ലെങ്ത്തും 0.5 മൈക്രോമീറ്റർ ഡയമീറ്റർ ഒക്കെയാണ് കാണപ്പെടുന്നത്. നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് സം സ്ട്രെയിൻസ് ഹാവ് മ്യൂക്കോയിഡ് സ്ലൈം ലെയർ ആൻഡ് ദേ ക്യാൻ ഐസൊലേറ്റഡ് ഫ്രം സിസ്റ്റിക് ഫൈബ്രോസിസ് പേഷ്യൻസ്. അതിനൊക്കെ ആ ഫൈബ്രോസിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ എസ്കേപ്പ് ഫ്രം ദ ഡിഫൻസ് മെക്കാനിസം ബൈ ലൂസിങ് ദെയർ capsule or slime layer. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗാനിസം ആണ് സ്യൂഡോമോണാസ് എയറോജിനോസ. സോ ഇറ്റ് ഫോംസ് ഈ ടൈപ്സ് ഉള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ ഫോംസ് റൗണ്ട് കോളനീസ് വിത്ത് എ ഫ്ലൂറസന്റ് ഗ്രീനിഷ് കളർ. അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്യൂഡോമോണാസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ പിഗ്മെന്റേഷൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. സോ ഗ്രീനിഷ് കളർ ആൻഡ് സ്വീറ്റ് ഓർഡർ ആൻഡ് ബീറ്റ ഹീമോലൈസിസ് കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. ആൻഡ് ഫൈക്കോസൈനോൻ അങ്ങനെ കുറച്ച് പിഗ്മെന്റ്സ് ഉണ്ട്. സോ അത് എങ്ങനെയൊക്കെ നോക്കാം. ഒരു നോൺ ഫ്ലൂറസന്റ് ബ്ലൂയിഷ് പിഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫൈക്കോസൈനിൻ എന്ന് പറയും. ഫ്ലൂറസന്റ് ഗ്രീനിഷ് പിഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പയോവേർഡിൻ എന്ന് പറയും. പിന്നെ അത് കൂടാണ്ടുള്ള ചില സ്ട്രെയിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പയോറൂബിൻ ആൻഡ് പയോമെലാനിൻ അങ്ങനത്തെ കളേഴ്സ്, അങ്ങനത്തെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. സം സ്ട്രെയിൻസ് ഹാവ് പ്രോമിനന്റ് ക്യാപ്സൂൾ, ചിലതിനൊക്കെ പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാപ്സൂൾ ഉണ്ടാവും. ആൻഡ് സ്യൂഡോമോണാസ് എയറോജിനോസയുടെ ഐഡന്റിഫിക്കേഷൻ ഈസ് മെയിൻലി ഡൺ on the basis of oxidase test and its colony morphology, beta hemolysis, the presence of characteristic pigments and sweet odor and growth at Celsius. Cultural characters എന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they are obligate aerobes but grow anaerobically if nitrate is available. Nitrate ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനേറോബിക്കലി അത് ഗ്രോ ചെയ്യുന്ന ഒന്നാണ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടെമ്പറേച്ചർ റേഞ്ച് 6 to 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ദേ ക്യാൻ ഗ്രോ ഓൺ ഓർഡിനറി മീഡിയ പ്രൊഡ്യൂസിംഗ് ലാർജ് ഒപ്പേക്ക് ഇറഗുലർ കോളനീസ് വിത്ത് ഡിസ്റ്റന്റീവ് മസ്റ്റി മാക്വിഷ് ഓർ എർത്തി സ്മെല്ലായിട്ട് ആയിരിക്കും കോളനീസ് ഉണ്ടാവുക. പിന്നെ ഇർഡീസന്റ് patches with metallic sheen are seen in cultures of nutrient agar. ബ്രോത്തിനകത്താണെന്നുണ്ടെങ്കിൽ dense turbidity with the surface pellicle. And these kinds of organisms are motile by single or multipolar flagella. They are gram negative roots, obligate aerobes ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്, കാറ്റലൈസ് പോസിറ്റീവ് ആണ്, നോൺ ഫെർമെന്റേറ്റീവ് കീമോ ഹെറ്ററോട്രോഫിക് റെസ്പിറേറ്ററി മെറ്റബോളിസം, അതായത് നോൺ ഫെർമെന്റേറ്റീവ് ആണ് ഈ ഓർഗാനിസം. മിനിമം ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ് യൂസ്ഡ് ആസ് കാർബൺ ആൻഡ് നൈട്രജൻ സോഴ്സസ് ബട്ട് ഓൺലി എ ഫ്യൂ കാർബോഹൈഡ്രേറ്റ്സ് ബൈ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം. ഗ്ലൂക്കോസിനെ ഓക്സിഡേറ്റ് ചെയ്യാറുണ്ട്. ലാക്ടോസ് നെഗറ്റീവ് ആണ് മെക്കോൺകി അഗാറിനകത്ത്. സോ ദേ ഡിഡ്ന്റ് ഷോ പിഗ്മെന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി സ്ട്രെയിൻസ് ആർ പ്രൊഡ്യൂസ് ഡിഫ്യൂസിബിൾ പിഗ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈക്കോസൈനിൻ, ഫ്ലൂറസിൻ, ഫൈക്കോറൂബിൻ അങ്ങനത്തെ കളറിലുള്ള പിഗ്മെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്.
സ്യൂഡോമോണാസ് എയറോജിനോസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്രേപ്പ് ലൈക്ക് ഓർഡർ ആൻഡ് ബ്ലൂ ഗ്രീൻ പസ് കളർ കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുക. ബ്രോഡ് ആന്റിബയോട്ടിക് കാണിക്കുന്നുണ്ട്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് ആൻഡ് നോൺ ഫെർമെന്റേറ്റീവ് ആണ്. ഗ്ലൂക്കോസ് പോസിറ്റീവ് ആണ്. ഇൻഡോൾ MR VP ആൻഡ് H2S ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതെല്ലാം നെഗറ്റീവ് ആണ്. കാറ്റലീസ് ഓക്സിഡീസ് ആൻഡ് ആർജിനിൻ ടെസ്റ്റ് and typing and importance of this organism is mainly it is a hospital infections cause ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഇതില് ഇമ്പോർട്ടന്റ് ആണ്. എപ്പിഡമോളജിക്കൽ പർപ്പസ്, സെറോടൈപ്പിംഗ്, ബാക്ടീരിയോസിൻ ടൈപ്പിംഗ്, ഫൈക്കോസൈനിൻ, എയറോജിനോസിൻ ടൈപ്പിംഗ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ടൈപ്പിംഗ് വിത്ത് പൾസ്ഡ് ജെൽ ഇലക്ട്രോഫോറോസിസ് ഇതിലാണ്. നമ്മൾ ഇതിനെതിരെയായിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോഗ്ലൈക്കോസൈഡ്സ്, ജെൻഡാമൈസിൻ, അമിക്കാസിൻ, സെഫാലോസ്പോറിൻ, സെഫോടാക്സമൈൻ, സെഫ്റ്റാസിഡൈൻ, ഒഫ്ലോക്സിൻ, പൈപ്പറാസിലിൻ, ടിക്കാസിറിൻ, ലോക്കൽ ആപ്ലിക്കേഷൻ ഓഫ് കോളിസ്റ്റിൻ ആൻഡ് പോളിമിക്സിൻ. പാത്തോജനിസിറ്റി എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ പസ് ആണ് കോസിംഗ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻ, സപ്പറേറ്റീവ് ഊട്ടിറ്റിസ്, localized and generalized infections, urinary tract infection after catheterization in the hospitals, laterogenic meningitis, post-tracheostomy, pulmonary infection. സ്യൂഡോമോണാസ് എയറോജിനസിന്റെ പാത്തോജൻസിസ് ആൻഡ് ഇമ്മ്യൂണിറ്റി നോക്കാം നമുക്ക്. ഈ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ഇൻ നേച്ചർ ആണ്. കോമൺലി പ്രസന്റ് ഇൻ ദ മോസ്റ്റ് എൻവയോൺമെന്റ് ഇൻ ദ ഹോസ്പിറ്റൽസിലുള്ള അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ. ദിസ് പാത്തോജനിക് ഈസ് ഓൺലി when introduced to areas devoid of normal defense. Example like disruption of mucous membrane and skin, usage of intravenous or urinary catheters, ന്യൂട്രോപീനിയ, അതായത് നമ്മൾ ക്യാൻസർ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂട്രോപീനിയ. സോ നമ്മുടെ ശരീരത്തിനകത്തുള്ള മോയ്സ്ചർ എൻവയോൺമെന്റിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് കാത്തേഴ്സ്, യൂറിനറി ഇതൊക്കെ ഇൻഫെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാത്തേഴ്സ് അതിനകത്തൊക്കെ ഉള്ള കോസ് ചെയ്യുന്നത്. പാത്തോജനിസിസ് മെയിൻലി ബേസ്ഡ് അപ്പോൺ ദ ആന്റിജനിക് സ്ട്രക്ചർ, എൻസൈം ആൻഡ് ടോക്സിൻസ്. അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിലി ആൻഡ് നോൺ പിലീസ് അഡിസിൻസ്, ക്യാപ്സ്യൂൾസ്, LPS അതായത് എൻഡോടോക്സിൻ മൾട്ടി ഇമ്മ്യൂണോടൈപ്സ്, ഫൈക്കോസൈനിൻ, പിന്നെ പ്രോട്ടീസ് എൻസൈംസ്, ഫോസ്ഫോലിപ്പേസ്, എക്സോടോക്സിൻ A which causes the tissue necrosis and is lethal for animals, exocyne S and T cytotoxic to host cells. പാത്തോജനിസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങള്. And these kinds of organism can infect almost any external site or any organs. ഈ ഓർഗൻസിനൊക്കെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സൈറ്റിനൊക്കെ ഈ ഓർഗാനിസത്തിനെ പെട്ടെന്ന് ഇൻഫെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദീസ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ഈസ് ഇൻവെസീവ് ആൻഡ് ടോക്സിജനിക്. ഇറ്റ് attach and colonize the mucous membrane or skin and invade locally and produce systematic disease and septicemia. അപ്പൊ അതൊക്കെ ഇൻവേഡ് ചെയ്തിട്ട് അതിനകത്ത് മ്യൂക്കസ് മെമ്പറിലേക്ക് വെച്ച് കോളനീസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് സംഭവിക്കും? സിസ്റ്റമാറ്റിക് ഡിസീസും സെപ്റ്റിസീമിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും. സ്യൂഡോമോണാസ് എയറോജിനോസ എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ടു മെനി ആന്റിബയോട്ടിക്സ് ആണ്. ഇറ്റ് ബിക്കംസ് ഡോമിനന്റ് വെൻ മോർ സസെപ്റ്റബിൾ ബാക്ടീരിയ ഓഫ് ദ നോർമൽ ഫ്ലോറ ആർ ക്ലിനിക്കൽ പ്രസന്റേഷൻസിൽ വരുന്നത് സെപ്റ്റസീമിയ കോസ് ചെയ്യും, എൻഡോകാർഡൈറ്റിസ് കോസ് ചെയ്യാറുണ്ട്, എക്തിമ ഗാംഗ്രൈനസ് കോസ് ചെയ്യാറുണ്ട്, ഇൻഫന്റൈൽ ഡയറിയ, ഷാങ്കായി ഫീവർ, ഡിസേബിളിംഗ് ഐ ഇൻഫെക്ഷൻ, സർവൈവൽ വിത്ത് മിനിമൽ ന്യൂട്രിയൻസ് ഇതൊക്കെ ആയിരിക്കും പ്രസന്റേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കോസ് ലങ് പാത്തോജൻസ്, അതായത് ലങ്സിലൊക്കെ ഫൈബ്രോസിസ് വരാനായിട്ടുള്ള കാരണം ആവാറുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് ഫൈബ്രോയിഡ്സിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ സുഖമായിട്ട് ഐസൊലേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫോളോയിങ് ഇനിഷ്യൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇതൊക്കെ കോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ലൈക്ക് റെസ്പിറേറ്റേഴ്സ്, എൻഡോട്രക്കിയൽ ട്യൂബ്സ്, കാത്തേഴ്സ് ഇതൊക്കെ എന്ത് സംഭവിക്കാം? നമുക്ക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാനായിട്ടുള്ള നന്നായിട്ട് സ്റ്റെറിലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ചാൻസസ് വളരെ കൂടുതലാണ്.
അതുപോലെ തന്നെ സ്യൂഡോമോണാസ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാത്തറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സർജറിക്കൽ മെത്തേഡ്, അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ടോക്സിക്സ് എക്സ്ട്രാ സെല്ലുലാർ പ്രൊഡക്ട്സ് ഇൻ കൾച്ചർ ഫിൽട്രേറ്റ്സ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എക്സോടോക്സിൻ എ ആൻഡ് എസ്. എക്സോടോക്സിൻ എ എന്ന് പറയുന്നത് NADH റിസംബ്ലിംഗ് ഡിഫ്തീരിയ ടോക്സിൻ ആണ്. പ്രോട്ടിയേസ്, ഇലാസ്റ്റിസൈഡ്സ്, ഹിമോലൈസിൻ ആൻഡ് എൻഡ്രോടോക്സിൻ, പിന്നെ സ്ലൈം ലെയർ ആൻഡ് ബയോസിറ്റി കാണിക്കുന്ന ഒന്നാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാണ്ട് നമുക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി സിസ്റ്റം ഇൻഫെക്ഷൻ, ഡെർമൈറ്റൈറ്റിസ്, സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയാമിയ, bone and joint infection, gastrointestinal infections, and a variety of systematic infections can be caused by this kinds of diagnosis. Mainly നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ depends upon the isolation and laboratory identification of this bacterium, and it can നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലാബിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഐഡന്റിഫൈ ബൈ ദ ബേസിസ് ഓഫ് ദ ഗ്രാം മോർഫോളജി, ഇനേബിലിറ്റി ടു ഫെർമെന്റ് ലാക്ടോസ്, a positive oxidase reaction, fruity odor, and its ability to grow in 42 degrees Celsius. ഫ്ലൂറസെൻസ് കാണിക്കാറുണ്ട്. പിന്നെ ആ പിഗ്മെന്റേഷൻ, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഐഡന്റിഫിക്കേഷൻ വിത്ത് ക്രോമോ അഗാറിൽ വെച്ച് കഴിഞ്ഞാൽ സ്യൂഡോമോണാസ് സ്പീഷീസ് ഡെവലപ്പ് a special distinguishable blue green color colonies ഫോം ചെയ്യാറുണ്ട്, ക്ലിയർലി വിസിബിൾ അണ്ടർ നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻസിനകത്ത്. സോ അതർ ബാക്ടീരിയൽ സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഹിബിറ്റഡ് ഓർ ഗീവ് കളർലെസ് കോളനീസ് ഓഫ് ഇൻ ദിസ് മീഡിയം. ആൻഡ് സ്യൂഡോമോണാസ് എറോജിനോസ ആൻഡ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, സ്യൂഡോമോണാസ് പ്യൂട്ടിഡ ആൻഡ് സ്യൂഡോമോണാസ് ഫ്രജിൽസ് all give typical all kinds of this particular genus organisms seen അല്ലെങ്കിൽ can give a blue green colony colorization. So easily we can serotype and biochemical methods വഴി ഇതിനെ ഓർഗാൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് തന്നെ നമുക്ക് പല ടെസ്റ്റുകള്, ഫെർമെന്റ് ലാക്ടോസ് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആന്റിബയോട്ടിക് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത് ടു അവോയ്ഡ് ദ റെസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്പ് റാപ്പിഡ്ലി വെൻ സിംഗിൾ ഡ്രഗ്സ് ആർ എംപ്ലോയിഡ്. നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റന്റ് പാത്തജൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ നേരത്തെ തന്നെ. ഒരുവിധപ്പെട്ട ആന്റിബയോട്ടിക്സിനൊക്കെ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ മെനി സ്ട്രെയിൻസ് ആർ സസെപ്റ്റബിൾ ടു ജെൻഡാമൈസിൻ, ടോബ്രാമൈസിൻ, കൊളിസ്റ്റിൻ ആൻഡ് അമിക്കാസിൻ, and resistance forms have developed. So the combination of gentamicin and carbapenicillin ആണ് ഇപ്പോൾ ഫ്രീക്വന്റ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ ദ സ്യൂഡോമോണാസ് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ കുറേയൊക്കെ വാക്സിൻസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് നൺ ഓഫ് ദം ആർ ഫുൾ ഫോർ ദ ജനറൽ പർപ്പസ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഇൻഹാബിറ്റ് ഇൻ സോയിൽ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നേച്ചർ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ ഹെൽത്തി പേഴ്സണിന്റെ ആ ഒരു ഏരിയകളൊക്കെ ഐസൊലേഷൻ ഒക്കെ നടക്കുന്ന സ്കിന്ന്, ത്രോട്ട്, സ്റ്റൂള്, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പ്രെഡ് മെയിൻലി ഡൺ ബൈ കണ്ടാമിനേറ്റഡ് സ്റ്റെറൈൽ എക്യുപ്മെന്റ്സ് ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ ഓഫ് പേഷ്യൻസ് ബൈ മെഡിക്കൽ പേഴ്സണൽസ്. നമ്മളെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹൈ റിസ്ക് ഓഫ് പോപ്പുലേഷൻ, പേഷ്യന്റ് റിസീവിംഗ് ആ ബോർഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക്സ് വിത്ത് ലുക്കീമിയ, ബേൺ, സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് ഇമ്മ്യൂണോസപ്രഷൻ, അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു ദോസ് ഫോർ അതർ നോസോകോമിയൽ പാത്തജൻസ്. സ്പെഷ്യൽ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ടു സിങ്ക്സ്, വാട്ടർ ബാത്ത്, ഷവേഴ്സ്, ഹോട്ട് ടബ്സ് ആൻഡ് സോ താങ്ക് യു.